ഹലോ ഗായ്സ്, ഞാനാണ് ഗായ്സ് മണിസലയാണ്. നമ്മൾ വെള്ളിയാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് മസ്കറ്റിക്ക് ഇളനീം കയറ്റും, കായ കയറ്റും, കരിമ്പ് പല സാധനങ്ങൾ കയറ്റുന്നതാണ് നമ്മളെ വണ്ടിയാണ്. നമ്മളെ ഒമാനി വണ്ടിയാണ്. ഒമാനിയൊക്കെ കൊണ്ടുപോകണം. ഒമാനിയൊക്കെ ഫിമാകൂത് അതാ സയ്യാറാഫി അതാ ആലത്തൂർ മില്ലേക്കാം. നിങ്ങൾക്ക് ഏത് വണ്ടി മേടിച്ചാൽ വിളിച്ചാൽ മതി. അതാ തല്ലാച്ച വണ്ടിയാണ്. കൂടെ നോക്കി നല്ല കരിമ്പ് കാര്യങ്ങളൊക്കെ കയറ്റി കൊണ്ടുള്ള സാധനമാണുള്ളത് ഗായ്സ്. അതെ ഇത് ദിവസം നമുക്ക് വരും കേട്ടോ. ഈ വണ്ടി ദിവസം വരും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് പൂവൻ കായാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. നമ്പർ അതാ സീലു അതാ പുല്ലും അതാ കലാം അതാ സവി അതാ കലാം. അത് നിങ്ങൾ വിളിച്ചോളി. ഇതാണ് നമ്മളെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഈ കൊല മെഴുവ നമ്മൾ പോണത് നേന്ത്രക്കായാണ്. ഇതാ മസ്കറ്റിക്കാ പോകണം. മസ്കറ്റ് എവിടേക്ക് അതാ ഇളനീര് കണ്ടോ. വലിയ വണ്ടിയാണേ. വലിയ കണ്ടങ്ങള് വലിയ വണ്ടി അതാ അങ്ങോട്ടേക്ക്. വലിയ തെല്ലാജ വണ്ടി അതല്ലേ? തെല്ലാജനല്ലേ? പീസറാണ് കേട്ടോ. തെല്ലാജല്ല, പീസറാണ്. പീസറിൻ്റെ വണ്ടിയാണ്. എന്താ വെച്ചാൽ പൂവൻ കൊലയാണ്. ഓരോ കൊല നല്ല വണ്ണുള്ള കായാണ്. നല്ല കായ മാത്രം ഞങ്ങൾ ഇവിടുന്ന് സലാലിൽ നിന്ന് മസ്കറ്റ് കയറ്റി വിടണേ ഇല്ലേ. പിന്നെ അതേമാതിരി തന്നെ നേന്ത്രക്കായ കൊണ്ട് നോക്കി. എന്താ നേന്ത്രക്കായൊക്കെ നല്ല നാട്ടിലത്തെ മാതിരി തന്നെ നല്ല നേന്ത്രപ്പഴം. ഏകദേശം ഒരു 30 കിലോ ഉണ്ടാവും അല്ലേ? ഓരോ കൊല നമുക്ക് ഇല്ല. പിന്നെ കേട്ടാ 30 കിലോ ഉണ്ടാവും. അതെ 30 കിലോൻ്റെ മേലെ ഉണ്ടാവും. ഞാൻ നോണ പറയല്ല കേട്ടാ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ കാലം പഴക്കമുള്ള ആൾക്കാരാണ്. 30 കിലോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 30ൻ്റെ മേലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതാ മായമാക്ക തൂക്കി കൊണ്ടുവന്ന ആളാണ്. നമ്മൾ വെറുതെ നോണ പറയല്ല. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഇത് തല്ലാജ വണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കുവിനെ വിളിച്ചാൽ അക്കു നിങ്ങൾക്ക് വരും ചെയ്യും. പിന്നെ നമ്മൾ വാഴപ്പട്ടൊക്കെ വെട്ടിയിട്ട് ഇതിൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ് അതൊക്കെ. എന്നിട്ട് നോക്കി ഓരോ അട്ടി. ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. വലിയ വണ്ടികളൊക്കെ ഒമാനിയൊക്കെ അതാ ഫോൺ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇതാ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മരമുണ്ട്. മരത്തിൻ്റെ കായൊക്കെ തിന്നാം. കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ മാതിരി തേങ്ങ വേണമെങ്കിൽ തേങ്ങ അവിടെ ഉണ്ട്. കറിക്കുള്ള സാധനമാണെങ്കിൽ നമ്മൾ മായമാക്കാനായിട്ടും വിനോദേട്ടനായിട്ടൊക്കെ പരിചയപ്പെട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും.